ബാറ്ററി കട എന്തോ റഷീദോ അല്ല പുള്ളി ഇതെന്താ പറയാ ഇത്രയും സമയം പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് എന്താ ഇത് റഷീദ് അലി ഇനിയിപ്പോ സ്വന്തം ഉപ്പാന്നർത്ഥം ഒരുത്തം വരും ലുങ്കി വിട്ടിട്ട് അതിപ്പോ അയാളെ ഇപ്പൊ ഞാൻ സ്നേഹിക്കണം ഭയങ്കര ഷെരീഫ് ഈ സ്ക്രിപ്റ്റിന് വേണ്ടി നിങ്ങൾ എന്ത് വാങ്ങും ആര് പറഞ്ഞു ആളെ പറ ആര് പറഞ്ഞു അങ്ങനെ ഒരാളിവിടെ ഇല്ല എന്നെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചാൽ ആര് പറഞ്ഞാല് ഇല്ലടാ ആര് പറഞ്ഞു ബാറ്ററി പീടിന്റെ ആരും ഇവിടെ ഇല്ല അതൊക്കെ ആരും ഇല്ല വെറുതെ മോട്ടറാക്കിയത് ബാക്കിൽ പോണ്ട കുറച്ചൊന്ന് സൈഡാക്കിയ കുറച്ച് സൈഡാക്കിയ ബാക്കിൽ പോണ്ട വണ്ടി എന്തൊക്കെ പല കാണുന്നില്ല മോൻ ഞാനെന്താക്കാന് ഇവിടെ എന്ത് ആൾക്കാരെ പറ്റിക്കുന്നത് പോയി കണ്ടാലോ രണ്ടാളെയും പോയി കണ്ടാലോ റഷീദ് പറയുന്നത് എന്താ പറയാ ഹലോ ഈ സമയം ഈ സമയം അവരെല്ലാരും അമ്മ അവരെ അനിയനെയാന്ന് കാണാൻ പോകുന്നത് ഇവിടെ കല്യാണം കഴിച്ചു അനിയനെ ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അയാളോടത്ത് പോയാൽ എനിക്ക് ഫുള്ള് ഡീറ്റെയിൽ അയാളല്ലേ പറഞ്ഞു ബാംഗ്ലൂർ റഷീദ് സ്ക്രിപ്റ്റിലുള്ള ആരും അല്ലേ റഷീദ് ആ ഇതാ നല്ല സ്ക്രിപ്റ്റ് അല്ലേ നടക്കാൻ പോകുന്നത് ഇവര് വെറുതെ നടക്കാൻ പോകുന്നത് ഇത് ഒരു മിനിറ്റ് ഇതാ ഉമ്മാണ് ഇതാ എന്റെ ഉപ്പ ഒരു മിനിറ്റടാ വീടാണ് ഇവിടെ അനിയനക്ക് കാണുന്ന ആവശ്യമില്ല അപ്പൊ ഇയാളാടില്ലേ ശരി ഇത് ലെഫ്റ്റ് വലിക്കാൻ അറിയുന്നത് അക്കൗണ്ട് സെറ്റിംഗ്സ് അതിന്റെ അടുത്താണോ സെറ്റിംഗ്സ് ഓക്കെ അതൊട്ട് അതില് വീഡിയോ സെറ്റിംഗ് ക്യാമറ സെറ്റിംഗ് അതില് 1080p ഉണ്ട് KBPS 5000 ഓക്കെ FPS 50 തന്നെ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനത്തെ തെളിവ് ആര് കാണിച്ചു തരും ഞാൻ പറഞ്ഞു റഷീദല്ലോ റഷീദിനൊന്നും നമുക്ക് കാണുന്നത് സ്ക്രിപ്റ്റ് ഒന്നും ഇപ്പൊ മനസ്സിലായല്ലോ ഷെരീഫ് പൊളിയാ ഓക്കെ ഷെരീഫ് നിങ്ങൾ തന്നെ നമ്മളെ പവർ ബാങ്ക് ചാർജ് ഒരു മിനിറ്റ് ഒന്ന് തിരിച്ചു ഒരു മിനിറ്റ് ക്ലിയർ കുറച്ച് ഇതാക്കിണ്ടോ ബഫർ അടിക്കുന്നോണ്ട് ഷെരീഫ് കൊടുക്കാൻ എന്തിന് അല്ല ഷെരീഫ്ക്കാന്ന് എന്റെ ഉപ്പാന്റെ ഫോട്ടോ കാണിച്ചെന്ന്
ഷെരീഫ് വളരെ വളരെ നന്ദിയുണ്ട്. ഭയങ്കര ഷെരീഫ് കാക്ക് ഒരു ഡബ്ല്യൂ ഇടാം. ഷെരീഫ് കാ എന്റെ ഉപ്പാന്റെ ഫോട്ടോ കാണിച്ചത്. ഈ ബാക്കിയുള്ള അവര് നമുക്ക് ഫോട്ടോ എല്ലാം കാണിച്ചു തന്നില്ല. അന്ന റഷീദ് മൂത്താപ്പയിലാക്കിയാണ്. മമ്മു ഫാദർ ഇൻ കർണാടക വീട്ടിലാ. അതാരാ? അവിടെ ചില ആള് പറയുന്നത് ബാംഗ്ലൂരാന്ന്, ചില ആള് പറയുന്നത് ദുബായിലാന്ന്, ചില ആള് പറയുന്നത് പഠനത്തിൽ തന്നെയുണ്ട്. ഏതെങ്കിലും ഒന്നും ഉറപ്പിക്ക്. നീ ഇപ്പൊ നേരത്തെ ഫോട്ടോ കാണിച്ചില്ലേ? ആ അയാള് കിട്ടിയില്ല. റഷീദ് എന്ന ആളെ ഏട്ടനാണ്. റഷീദ് നാളെയെല്ലാം അയാളെ ഏട്ടില്ല നമുക്കറിയില്ല. ചീട്ടിയുള്ള റഷീദ് അയാളോട് ചോദിച്ചു കാര്യമില്ല. അവരോട് ചോദിക്കണ്ടല്ലോ. വെറുതെ പെരക്ക് വെച്ചൊരു സീനാക്കണ്ട. അപ്പൊ നമ്മള് പോവില്ല. കാസർഗോഡിനെ കുറിച്ച് മമ്മു എന്റെ പേഴ്സണൽ നമ്പർ ഇതിലേക്ക് ഇട്ടോട്ട് നോക്കി. റഷീദിനെ വിളിച്ചിട്ട് കാര്യമില്ല. റഷീദ് തുന്നു കടന്നുറങ്ങിയെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മമ്മു എന്റെ പേഴ്സണൽ നമ്പറാ. റാമ്പ് ഒന്ന് വിട്ടോ. അവിടെ ഉണ്ടോ? അല്ല അവിടെ ഉണ്ടോന്നുള്ളത് ഇപ്പം നമ്മളിപ്പോ പറഞ്ഞാ വരുന്നത്. പക്ഷെ ഇവിടെ വന്നത് അയാൾ അനിയൻ ഒറ്റ കൊണ്ടുവന്നാന്ന്. അനിയനെ കാണണ്ട. അനിയൻ തുന്നു ഞാൻ പറയുന്നില്ല. അപ്പന്റെ അനിയൻ പറഞ്ഞാൽ കുറച്ച് ഇത് കരുണ കാണിക്കണ്ട്. ഫോൺ വിളിയാന്ന്. ഇപ്പം ഫോട്ടോ ഇനി ഇപ്പം കൈപ്പാട് പോയാല് അറിയും. സ്വന്തം മോനുപ്പാനെ മാറിയല്ലോ. ഉറപ്പന്നെ പണ്ടുള്ള കണ്ടില്ല. പക്ഷെ ഒരു കണ്ട് ഒരു 8 വർഷം 5-6 വർഷമായിട്ടുള്ളൂ. ഇല്ല എന്ത് മാറിപ്പോളോ. അപ്പൊ എനിക്ക് ഇത്ര ഈ പ്രായമായിട്ട് എനിക്ക് ഉറപ്പാ തന്നെ ഉറപ്പന്നെ. അതല്ലേ മുമ്പിന്റെ ഫോട്ടോ ഉണ്ടാ? ഫോട്ടോ ഇതിന്റെ മുമ്പുള്ള ഫോട്ടോ ഇങ്ങനൊന്നല്ല. അതായത് വെറും താടിയോ ഇപ്പം വെള്ളം നരച്ചിരി. പണ്ടത്തെ ഫോട്ടോ തന്നെ ഇല്ല. നേരിട്ട് കണ്ടെന്നുള്ള പരിചയമല്ലേ ഉള്ളൂ. നേരിട്ട് കണ്ടിട്ട് ഞാൻ അതായതല്ലേ പണ്ട് എന്നെ ഒഴിവാക്കുന്ന കുറച്ച് പണ്ട് എന്നെ ഒഴിവാക്കുന്നതിന് മുമ്പേ ഞാൻ സ്ഥിരം എടുത്തന്നെ പഠനയിലേനും സ്ഥിരം ഉപ്പാന്റെ പേര് തന്നെ ഞാൻ വരുത്തി. പിന്നെ അതെ ഞാൻ പറഞ്ഞു പണ്ട് കണ്ടു. ഒരു 5-6 8 കൊല്ലത്തിനാട് എത്തിക്കാൻ അറിയില്ല. മാക്സിമം അറിയില്ല. ഷെരീഫ് ആ ഫോട്ടോ മെൻഷൻ തന്നെയല്ലേ എത്ര നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ പായരാക്ക് 12 മണിക്കും വീട്ടിലൊന്നും പോവാണ്ട്. താങ്ക് യു ഷെരീഫ് കാ. താങ്ക് യു ഫോർ മമ്മു. പക്ഷെ ഞാൻ പ്രതീക്ഷ വെക്കുന്നില്ല. കാണാൻ പറ്റൂ പ്രതീക്ഷ എനിക്കില്ലടാ. മമ്മു ഫാദറിൻ കർണാടക വീട്ടിലാന്ന്. എടാ ഇത് കൊറേ ആയാലാ പറയുന്നത്. ഇതെന്താ കർണാടക വീട്ടിലാ? എന്ത് ചെയ്യുന്നത്? ഇതെന്താ നമുക്ക് മുമ്പ് ഇവരിങ്ങനെ നമുക്ക് എങ്ങോട്ടാ? ഷെരീഫ് ഖാൻ നമുക്ക് സേഫ് ആയിട്ട് എത്തിക്കണം. മൂസാജ് ഖാന്റെ വീട്ടിലാ. ലൈവ് സംസാരിക്കുന്നെല്ലാം കേൾക്കുന്നുണ്ടോ? കിട്ടിയാ ഒന്നും കൂടി മമ്മു അത് ഒഴിവാക്കിട്ട് എടുത്താ. ഏത് ഒഴിവാക്കാ? ലൈവ് ഒഴിവാക്ക്. ഇപ്പൊ ഓക്കെയാ? വന്നാ ഓക്കെ ഓക്കെ എടാ ഓക്കെ 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 ഒന്ന് സ്പെൻഡ് ചെയ്തോ. ഓക്കെ അല്ലേ? കാണാൻ പറ്റുമോ? എന്താ ഷെരീഫ് കാക്ക എവിടെ ഇറങ്ങണ്ടേ? അല്ല വരുന്ന നിങ്ങളെ സ്ഥലത്തേക്ക് അല്ല മുമ്പിൽ ആൾക്കാരുണ്ട്. മൊത്തം ആൾക്കാരാണ്. ഇതാന്ന് ഇത്ര ജനങ്ങൾ എന്തിനാ വെഹിക്കിൽ വരുന്നത് ഈ പാതിരാത്രിക്ക്? ഈ 1 മണി ടൈം എന്തിനാ വരുന്നത്? ലൈവ് ഓക്കെ അല്ലേ? അല്ലേ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ഓക്കെ 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 ഓക്കെ. മീറ്റ് ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് ഏത് ഫോട്ടോ? ഏത് ഫോട്ടോ ഇത് അടുത്തേക്ക് നമ്മള് പോകുന്നത്? ഇത് ഉപ്പിണ്ടാ വീടാ? അപ്പൊ ഇക്കാക്ക് അറിയില്ലേ? ഇതന്നെ ഇത് ഈ സ്ഥലം തന്നെ. ഈ ജനങ്ങൾക്കെല്ലാം എന്റെ ഉപ്പാനെ നാടറിയോ? എങ്ങനെ
അല്ലല്ല താമസത്തിൽ വീടുണ്ടല്ലോ എവിടെ 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 നമ്മുടെ ഈ കോട്ടയം തറപ്പള്ളി താഴെ ഭാഗത്താണ് അതെ അവർ പോകുന്നുണ്ട്. എടാ വേറെ എന്തെങ്കിലും ചാർജ് ഒത്തും ആവില്ലല്ലേ? വേറെ പവർ ബാങ്ക് ഇല്ലല്ലേ? എത്താനായാ? മുമ്പിലത്തെ എന്താ ലൈവെല്ലാം വേറെ ഇൻസ്റ്റാ ലൈവ് എടുത്തിട്ടുണ്ടോ? കൊറേ നേരമായി ലൈറ്റും കത്തിച്ച് പോകുന്നു. ഫേക്ക് ഫാദർന്നോ? എന്റെ ഫാദർടാ. ഫാദറിന് ശരിക്കും നീ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞോട്ടെ, എന്താ സംഭവം കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്നില്ല എന്താന്ന് ഇത്ര ഇത്. പക്ഷെ ഇതിലെല്ലാം പറയുന്നു ഇപ്പൊ അങ്ങാടിയോ ഉള്ളേന്നല്ല പറയുന്നത്. ഞാനിപ്പോ ഉണ്ടാക്കാന് കാണാൻ പറ്റുന്നല്ലടാ, കാണാൻ പറ്റുന്ന അറിയില്ലേ. നിന്റെ ഉപ്പ ഇതാ ചാറ്റ് പറയുന്ന ഇതില് മമ്മു ഫാദർ ഈസ് ഇൻ കർണാടക എന്നല്ലേ? ഇത് കൊറേ ആരുടെ വീട്ടിലുണ്ട് എന്റെ ഉപ്പ കർണാടകയിൽ. ഇതെല്ലാം വെറുതെ പറയുന്നേക്ക് ഇങ്ങനെ എന്തെല്ലാം വരുന്നുണ്ട് ചാറ്റില്. പിള്ളേരിക്കും അജീറിന്റെ ഇറക്കാവുന്നേ എനിക്കെങ്ങനെയാ വന്ന എനിക്കെങ്ങനെയാ വന്നു മമ്മു മമ്മു ഫാദർ എന്താ എല്ലാരും സ്പാൻ ചെയ്യുന്ന അങ്ങനെ മമ്മു? കർണാടക വീട്ടിലാന്ന ആരുടെ വീട്ടിലുണ്ട് ആള്. ഇത് കിഡ്നാപ്പ് ചെയ്ത് പോയതാ. കിഡ്നാപ്പ് ചെയ്തതാ ആരോ കർണാടക. ഇതെന്താ ഇത് ഭയങ്കര തന്നെയുള്ള പോലീസ് കളി ഫുൾ ക്രൗഡാ. അതന്നെ ഈ ക്രൗഡ് ഇതാരെ പോരാ മമ്മു ഞാൻ പറഞ്ഞ ഒരു കാര്യം പറ്റേ ഇവരെ മാത്രം കൂട്ടിയാൽ മതി. ആൾക്കാർ കൂട്ടണം. റാംബോ ഇവരെ കൂട്ടണ്ടല്ലോ, നമുക്ക് മാത്രം പോവാം പ്ലീസ്. എടാ പ്ലീസ് നിങ്ങൾ എടാ ഞാൻ മാത്രം പോട്ടെ പ്ലീസ്, ഞാൻ മാത്രം പോട്ടെ പ്ലീസ്. എന്താ ഇത് ഇവിടെ മംഗലപ്പരുക്ക് വന്ന പോലെ ഉണ്ടല്ലോ. എടാ നിക്ക് ആളുകൾ ആരും വേണ്ട നമ്മൾ മാത്രം മതി. എടാ നിക്ക് മമ്മു എടാ ഇത് വീഡിയോ എടുക്കണം. എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? ഞാൻ അവിടെ